രാഹുൽ ഗാന്ധി ഇത്തവണയും അമേഠിയിലും വയനാട്ടിലും മത്സരിക്കാൻ സാധ്യത. വയനാട്ടിലേക്കില്ല എന്ന തരത്തിൽ ഒരു അറിയിപ്പും രാഹുൽ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടില്ല. രാഹുൽ വയനാട് മത്സരിക്കുകയാണെങ്കിൽ കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായേക്കില്ല. വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തുമോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ലെങ്കിലും ഇതുവരെ വയനാട്ടിലേക്കില്ല എന്നുള്ള സന്ദേശം രാഹുൽ ഗാന്ധി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടില്ല. ഇത്തവണയും അമേഠിയിലും വയനാടും ജനവിധി തേടാനാണ് സാധ്യതയെന്നാണ് സൂചന. ഇന്ത്യ മുന്നണി ബന്ധം വഷളാകാതിരിക്കാൻ മുന്നണിയുമായി നേരിട്ടുള്ള മത്സരം ഒഴിവാക്കണമെന്നുള്ള ആവശ്യം പാർട്ടിയിലും മുന്നണിക്കുള്ളിലും ഉയരുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഏറെക്കുറെ വ്യക്തത നാളെ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായേക്കും. ഒരു കാര്യം വ്യക്തമാണ്, രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ എത്തിയാൽ കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കില്ല. മത്സരിക്കാനുള്ള സന്നദ്ധത കെ.സി. വേണുഗോപാൽ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിലും സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും കൂടുതൽ വ്യക്തതയുണ്ടാകുക. ഹൈക്കമാൻഡ് നിർദ്ദേശം അനുസരിച്ച് കെ. സുധാകരൻ എന്തായാലും കണ്ണൂരിലിറങ്ങും. മറ്റ് സിറ്റിംഗ് എംപിമാരും മത്സരരംഗത്തുണ്ടാകും. തൃശൂരിലും മാവേലിക്കരയിലും സിറ്റിംഗ് എംപിമാർ വൈമുഖ്യം പറയുന്നുണ്ടെങ്കിലും ഇരുവരും മത്സരിക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെയും ആവശ്യം. നാളെ രാവിലെ ദില്ലിയിലെത്തുന്ന കെ. സുധാകരനും സതീശനും സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. കേരളത്തിലെ പട്ടികയ്ക്ക് നാളെ അന്തിമരൂപം ഉണ്ടാകുമെങ്കിലും പ്രഖ്യാപനം കുറച്ചുകൂടി വൈകിയേക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാർച്ച് പകുതിയോടെയാണ് എന്നുള്ളതാണ് കോൺഗ്രസ് വിലയിരുത്തൽ. അതിനു മുന്നോടിയായിരിക്കും കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം. അതേസമയം കേരളത്തിൽ സമരാഗ്നി കഴിയുന്നതോടെ സിറ്റിംഗ് എംപിമാർ മണ്ഡലങ്ങളിൽ സജീവമാകും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.